നമസ്കാരം. ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിൽ വളരെയധികം മുൻനിരയിൽ നിൽക്കുന്ന ഒന്നാണ് അത്തിപ്പഴം എന്നുള്ളത്. അത്തിപ്പഴം തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് ചീത്തയായി പോകുന്നു എന്നുള്ള കാരണം കൊണ്ടും ഇതെപ്പോഴും ഡ്രൈ ആക്കി സൂക്ഷിക്കാറാണ് പതിവ്. ഇനി ഡ്രൈ ആക്കി എന്നോർത്ത് ഗുണത്തിൽ പുറകിലോട്ട് പോകുന്നൊന്നുമില്ല കേട്ടോ, മുൻനിരയിൽ തന്നെയാണ്. അപ്പോൾ അതിന് ഈ ഒരു ഫിഗ് നമുക്ക് മാർക്കറ്റിലൊക്കെ കൂടുതലായിട്ട് ലഭ്യമാണ്. ഇത് ഒരുപാടേറെ പോഷക മൂല്യങ്ങളില്ല, എന്നാൽ മെഡിസിനൽ വാല്യൂ ഉള്ള ഒന്നാണ്. പലപ്പോഴും നമ്മുടെ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു എന്നും യുവത്വത്തോടെ നിലനിർത്താൻ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ള ഒന്നാണ്. ഇത് കൂടുതലായിട്ടും പറയപ്പെടുന്നത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടനടി മെഡിസിനിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. പിന്നെ ഇത് കഴിക്കുന്നതിന് ചില രീതിയുണ്ട് കേട്ടോ, അതെങ്ങനെയെന്ന് വഴിയെ പറയാം. ഡ്രൈ ഫിഗിൽ പെക്റ്റിൻ, ഫൈബർ, അതുപോലെ തന്നെ ഒമേഗ 3, ഒമേഗ 6 ഫാറ്റി ആസിഡ്സുകൾ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങൾ കൊടുത്തു തുടങ്ങുന്നത് വളരെ നല്ലതാണ്. ഇനി നന്നായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഒരു ക്വിക്ക് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് വളരെയധികം ഗുണം ചെയ്യും. അങ്ങനെ തടി ക്ഷീണിച്ചിട്ട് വളരെയധികം ശോഷിച്ചു പോയിട്ടുള്ള അവസ്ഥയിലൊക്കെ തന്നെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നുകൂടിയാണ് ഇത്. ഇനി ഇതിൽ ഫൈബറൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് ഹെമറോയിഡ് ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മലശോധനയൊക്കെ നന്നായിട്ട് നടക്കുന്നതുകൊണ്ടും ദഹന പ്രശ്നങ്ങളെയെല്ലാം തന്നെ മാറ്റി നിർത്തുന്നത് കൊണ്ടും നമുക്ക് ഈ മെറ്റബോളിസം ഓക്കെ ആയി കൊണ്ടുപോകുന്നതുകൊണ്ട് ഇത് വെയിറ്റ് ലോസിനും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ രീതിയിൽ ഉപയോഗിക്കുന്നതിന് പുറമെ ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുള്ള എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് നല്ലതാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നമ്മുടെ കാൽസ്യക്കുറവും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കാറുണ്ട്. അതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണിത്. അതുപോലെ പ്രമേഹ രോഗികളാണെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് കഴിക്കാം, പതിവാക്കിയാൽ ഇത് ഷുഗർ ലെവലിന് ബുദ്ധിമുട്ടായിട്ട് വരും. അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ അളവുള്ളത് കൊണ്ടും ബ്ലഡ് പ്രഷർ കൂടിയിരിക്കുന്ന ആളുകൾക്കൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന വളരെ നല്ല ഒന്നാണ്. അതുപോലെ നമുക്ക് ഹൃദയ ആരോഗ്യത്തിന് ഇതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസുകളുടെയും ഒക്കെ തന്നെ പ്രസൻസും, അതുപോലെ സിങ്ക് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ട് പല അസുഖങ്ങളും പിടിപെട്ടവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഡയറ്റിൽ ധൈര്യപൂർവ്വം ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ ഈ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും കൂടെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനി എങ്ങനെ കഴിക്കണം എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് വരാം. ഇത് കഴിക്കേണ്ട രീതി, രാത്രി നന്നായി വാഷ് ചെയ്ത് ഒരു 2 അത്തിപ്പഴം എടുക്കാം. ഡ്രൈ ആയിട്ടുള്ള ഈ ഫിഗ് കഴുകിയെടുത്തതിന് ശേഷം അല്പം ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്യുക, അല്ലെങ്കിൽ കുതിർക്കാനിട്ട് വെച്ചിട്ട് രാത്രി ഒരു ദിവസം മുഴുവൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്കത് വെള്ളത്തോട് കൂടിയിട്ട് ചവച്ചരച്ച് കഴിക്കുകയോ അതല്ലെങ്കിൽ അത് ജ്യൂസാക്കി കുടിക്കുകയോ ഒക്കെ തന്നെ ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ജ്യൂസ് പരിചയപ്പെട്ടിട്ടില്ലായിരുന്നോ? ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാടേറെ ആരോഗ്യ ഗുണങ്ങളുണ്ട്. തർപ്പണം, ബൃംഹണം, ഫൽഗുണം, വിഷ്ടംബി, ശീതളം, ഇത് പറഞ്ഞത് തന്നെ ശരീരത്തിന് നല്ലൊരു ഉന്മേഷം തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട്, വളരെ ശോഷിച്ചു പോയിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്കൊക്കെ തന്നെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അണ്ടത്തിന് വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ ബീജത്തിൻ്റെ മോട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. കൗണ്ട് കുറഞ്ഞിട്ടുള്ള ബീജമുള്ള കേസൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരം കേസിലൊക്കെ തന്നെ പുരുഷന്മാർക്ക് ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്കൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചുമ, കഫക്കെട്ട് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നു, രോഗപ്രതിരോധ ശേഷിക്ക് തകരാറ് സംഭവിക്കുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ അതൊക്കെ മാറ്റാനും കൂടെ ഇത് ശീലിക്കുന്നത് നല്ലതാണ്. ഒരു 2 എണ്ണത്തിൽ കൂടുതൽ, അല്ലെങ്കിൽ മാക്സിമം ഒരു 3 എണ്ണത്തിൽ കൂടുതലൊന്നും ഒരാൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ സിങ്കും അയണും അല്ലെങ്കിൽ മെഗ്നീഷ്യം, സിങ്ക്, അയൺ, ആൽഫ ഹൈഡ്രോക്സി ആസിഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്കിന്നിന് ഒരുപാടേറെ ഗുണം
ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങൾ മാത്രമല്ല, സ്കിന്നിനെ നല്ല യങ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റി ഏജിങ് ആക്ഷൻ ഉള്ളതാണ്. നമുക്കറിയാം, ഒരു പ്രായം എത്തുമ്പോൾ കൊളാജൻ്റെ കുറവൊക്കെ നമ്മൾ സാരമായിട്ട് സ്കിന്നിനെ ബാധിക്കാറുണ്ടല്ലേ. ആ പ്രശ്നമൊക്കെ മാറ്റാൻ നല്ലതായിരിക്കും. അതുപോലെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോ തന്നെ നിലനിർത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആയി വരുന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കിന്നിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഔട്ട്സുകൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ തന്നെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം സിങ്കൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ആ ബുദ്ധിമുട്ടുകളെയൊക്കെ മാറ്റാൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പം ഇതിന് പുറമെ ഇനി മുടിയിൽ പലർക്കും തന്നെ മുടി കൊഴിച്ചിലിനും ഇത് സഹായിക്കുന്നുണ്ട്. എങ്കിലും ഒരു പടി മുന്നിൽ നിൽക്കുന്ന മുടി പൊട്ടിപ്പോകുന്ന, മുടിക്കൊരു ബലമില്ലാത്ത രീതിയിൽ ഒട്ടും സ്ട്രോങ് അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് മുടിയുടെ അറ്റം പിളർന്നു പോവുക, പൊട്ടിപ്പോവുക എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ, മുടി പെട്ടെന്ന് ഡ്രൈ ആവുക, സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവുക, ഇത്തരം കേസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുന്നതാണിത്. ഈ പ്രശ്നങ്ങളെയൊക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കും. അത്തിപ്പഴം കഴിക്കുന്നതിന് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് എണീറ്റാലുടനെ വെറും വയറിൽ ഇത് കഴിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതുപോലെ കുതിർത്ത അത്തിപ്പഴമാണ് കഴിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കൊഴുപ്പും കലോറിയും വളരെ കുറവായിരിക്കും. ഇത് ശരീരത്തിലുള്ള അധിക കലോറി ചേർക്കാതെ തന്നെ വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ലഘു ഭക്ഷണമായിട്ട് അത്തിപ്പഴം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ജങ്ക് ഫുഡുകൾ ലഘുഭക്ഷണമാക്കുന്നതിന് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് അത്തിപ്പഴം പോലുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നത്. ഇനി ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുള്ള സ്വാഭാവിക പഞ്ചസാരയുടെ നല്ലൊരു ഉറവിടമാണ് അത്തിപ്പഴം. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ ദിവസവും ഇത് കഴിക്കുന്നതിനോട് ഫിഗ് എന്നുള്ളത് ശരീരത്തിന് തണുപ്പേകുന്ന പഴമായതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഇതിൻ്റെ ഉപയോഗം വളരെ നല്ലതാണ്. എന്ന് വേണ്ട, ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ട്, അതിപ്പം ബോഡിയിലായാലും നമ്മുടെ സ്കിന്നിലെ ഹൈഡ്രേഷൻ ആയാലും ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് അത്തിപ്പഴം കഴിക്കുന്നതുകൊണ്ട് സാധിക്കുന്നുണ്ട്. അത്തിപ്പഴത്തിന് പ്രീബയോട്ടിക് ഗുണങ്ങളും ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ കുടലിലെ ചില ബാക്ടീരിയകളെയൊക്കെ തന്നെ പോഷിപ്പിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ദഹനം, രോഗപ്രതിരോധ പ്രവർത്തനം, അതുപോലെ മൊത്തത്തിലുള്ള ആരോഗ്യം തന്നെ മെച്ചപ്പെടുത്താൻ ഇത്തരം ബാക്ടീരിയകൾക്ക് ഒരു നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്ന ഒന്നാണ്. സ്ഥിരമായിട്ട് ഈ അത്തിപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ അസ്ഥിൻ്റെ സാന്ദ്രത നിലനിർത്താനൊക്കെ, അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകളൊക്കെ തടയാനും കൂടെ ഹെൽപ്ഫുള്ളാണ്. പ്രായമാകുമ്പോൾ ഉണ്ടാവുന്ന ഈ ഓസ്റ്റിയോപോറോസിസ് ഒക്കെ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള കേസാണ്. അപ്പം ഇങ്ങനെ കാൽസ്യം കുറഞ്ഞു വരുന്ന കണ്ടീഷൻസിലൊക്കെ തന്നെ നമുക്കിതിനെ ഒരു പകരക്കാരനായിട്ട് കണക്കാക്കാം. പുരുഷന്മാരുടെ ആരോഗ്യത്തിന് സാധ്യമായിട്ടുള്ള ഗുണങ്ങളൊക്കെ തരുന്നുണ്ട്. ലൈംഗിക ആരോഗ്യവും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അതുപോലെ അത്തിപ്പഴത്തിൽ അമൈനോ ആസിഡുകളും നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇത് രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്കായാലും തന്നെ അവ ഒരുപാടേറെ ഗുണങ്ങൾ തരുന്നുണ്ട്. അസ്ഥിയുടെ ആരോഗ്യമായാലും ദഹനത്തിൻ്റെ ഗുണമായാലും ഉയർന്ന ഫൈബർ ഉള്ളത് കൊണ്ടുള്ള ആർത്തവ ചക്രമൊക്കെ തന്നെ ക്രമീകരിക്കാൻ സഹായിക്കുന്നതായാലും, അതുപോലെ പ്രീ മെൻസ്ട്രൽ സിംറ്റംസ്, പീരീഡ്സ് ആവുന്നതിന് തൊട്ട് മുൻപ് ഉണ്ടാവുന്ന ചില ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, അത്തരം ലക്ഷണങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ PCOSൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. ഹോർമോണൽ വേരിയേഷനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഇത്രയേറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള അത്തിപ്പഴം നമ്മൾ പലപ്പോഴും ഒരു നിത്യജീവിതത്തിലെ ഒരു കൂട്ടുകാരനൊന്നും അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ചിലരെങ്കിലും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 2 അത്തിപ്പഴം ദിവസം കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളാണ് ഈ പറഞ്ഞത്. അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ അത് ദിവസം ഒരു 2 എണ്ണം വീതമൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒത്തിരിയേറെ ആരോഗ്യ സൗന്ദര്യ മാറ്റങ്ങൾക്കുള്ള ഒരു തുടക്കമാവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഫിഗിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കണ്ടന്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.